ഭൂമി ഉരുണ്ടതാണെന്ന് ഇവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഇവർക്ക് അറിയത്തില്ലാതിരുന്നത് ഇങ്ങനെ ഒരു വലിയ അമേരിക്കൻ ഭൂഖണ്ഡം അവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് അവർക്ക് അറിയത്തില്ലാതിരുന്നത്. അങ്ങനെ ആദ്യം ക്രിസ്റ്റഫർ കൊളംബസ് 1492 സ്പെയിനു വേണ്ടി പടിഞ്ഞാറേക്ക് യാത്ര ചെയ്ത് കിഴക്കെത്താനായിട്ട് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു. പക്ഷെ അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ത്യയിലായിരുന്നില്ല, ഏഷ്യയിലായിരുന്നില്ല, അമേരിക്കൻ മണ്ണിലായിരുന്നു. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മണ്ടനായതുകൊണ്ടാണ് ആ വഴിക്ക് പോയത്. തനിക്ക് പറ്റിയ മണ്ടത്തരം അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നതുമാണ് അദ്ദേഹത്തിന് പറ്റിയ അതിലും വലിയ വീഴ്ച. അതുകൊണ്ടാണല്ലോ പിന്നീട് അമേരിക്ക വെസ്പൂച്ചി അവിടെ വന്ന് അത് ഇന്ത്യയുമല്ല ഏഷ്യയുമല്ല മറിച്ച് മറ്റൊരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വൻകര അറിയപ്പെടാൻ ഇടയാകുന്നതും. അതെ, കൊളംബസിനെ പറ്റിയ പ്രധാനമായിട്ടുള്ള 2 മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഭൂമിയുടെ സൈസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഏഷ്യൻ വൻകരയുടെ സൈസിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. 2, അമേരിക്കൻ ഭൂഖണ്ഡം എന്നുള്ളത് അവിടെ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല, അതാർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് 1519 മഗല്ലൻ എന്ന പോർച്ചുഗീസ് നാവികൻ സ്പെയിനിന് വേണ്ടി പടിഞ്ഞാറേക്കുള്ള ഈ യാത്ര വീണ്ടും ആരംഭിക്കുന്നത്. മഗല്ലൻ ശരിക്കും ഒരു പോർച്ചുഗീസുകാരനാണ്. പിന്നെ എങ്ങനെയാണ് സ്പെയിനിന് വേണ്ടി അദ്ദേഹം ഈ യാത്ര നടത്തുന്നത്?